അസ്സലാമു അലൈക്കും, പിന്നെ വിളി. രണ്ട് കുടിച്ചോ, കൈ പിടിക്കുക, രണ്ട് കൈ പിടിക്കും, രണ്ട് കൈ പിടിക്കും, രണ്ട് കൈ പിടിക്കാം, കുടിച്ചോ കുടിച്ചോ, മരുന്നാ കുടിക്കാം, കുടിച്ചോട്ടെ, കുടിച്ച് കുട്ടി കുടിക്കട്ടെ, കുട്ടി കുടിക്കട്ടെ, നിങ്ങളൊന്നും പറയില്ല. ഒരു സുഖം തോന്നില്ല ഞങ്ങക്ക് ഉണ്ടോ? എന്താ പേരെന്താ? പേര് പറഞ്ഞൂടെ, എന്താ തെളിച്ചല്ലാത്ത എനിക്ക്? ഉജ്ജല് അല്ല, വേറെ ആളോ ഉജ്ജലാവണോ? ഇങ്ങനെ കുത്തിരുത്താ പോരാ, ഒരുപാട് കുഴപ്പങ്ങളുടെ കുട്ടിക്ക്. എന്താ പ്രശ്നമാണോ അത്? സാധാരണ ആദ്യ കുട്ടിയൊക്കെ വരുന്ന പ്രാക്കല് അല്ലേ? നല്ല കുട്ടിയല്ലേ അല്ലേ? കുഞ്ഞിലെ നല്ല സ്മാർട്ടായിരുന്നു, അംഗനവാടിയിൽ പഠിക്കാനൊക്കെ മുടുക്കനല്ലേ ഇനിയോ? അപ്പൊ മുടുക്കത്തരൊക്കെ പോയി. പോന്റെ മുഖത്തൊരു കല ഉണ്ടെങ്കില് മറുകാണത്, ദോസാണ്, ദോസാണ്. ആ മറുക് പോണോ? അല്ല, ഈ മറുക് ജന്മന ഉള്ളതായോണ്ടേ ഇത് പോണെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരില്ലേ? എന്തിന്? നമ്മള് മന്ത്രം കൊണ്ട് മാറ്റി തരൂ. ഒരു 4 ദിവസം മന്ത്രി ചൂതിയെ മാറ്റാവുന്ന കലയല്ലുള്ളൂ അത്. 7 ദിവസം വരിക ഇവിടെ. 7 ദിവസം വരാൻ പറ്റില്ല, എനിക്ക് ഓഫീസുണ്ട്. നിങ്ങൾ പറഞ്ഞ മനസ്സിയാ, പെണ്ണുങ്ങൾ പറ്റ നിങ്ങളാരാ വരെ? ഞാൻ കൂട്ടുകാരനാണ്. നിങ്ങളും കൂട്ടുകാരനും ഭാര്യയും കൂടി പോന്നോട്ടെ. ഒരു ദിവസം ഇന്നത്തോട് കൂടിയിട്ട് ഇതെല്ലാം കൂടെ ചെയ്യാൻ വരാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പണി, 7 ദിവസം ഞാൻ ഇവിടുന്ന് മന്ത്രിച്ച് ഞാൻ ചെയ്തോളാം. അത് മാറിക്കോളും. അരയിൽ കെട്ടിക്കോളി. അതോ, അത് നിങ്ങൾക്കുള്ളതല്ല, മോന്റെ അരയെ കെട്ടാനുള്ളതാ. ആ പെരെ കൊണ്ടുപോയിട്ടേ അവന്റെ അരയിലാണ്ട് കെട്ടി കൊടുക്കാം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ ഇവൻ സ്കൂളിൽ പോയി നല്ല സ്മാർട്ട് ആവും. ഓ, മണ്ടി കളിക്കുമായി കേട്ടോ, മണ്ടറോ മണ്ടിയിട്ട് എല്ലാത്തിലും ഒന്നാമനാവണം കേട്ടോ. മണ്ടൂലേ? മണ്ടൂലേ ഈ വണ്ടിക്കോളും വണ്ടിക്കോളും വണ്ടിക്കോളും. നിങ്ങൾക്ക് എന്തോ വിശ്വാസക്കാർ ഉണ്ടെന്ന് തോന്നി നമ്മളെ ഇല്ലേ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളാ ദോഷവും കൂടി കുട്ടീനെ ബാധിക്കും. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയില് തിരൂരിനടുത്തൊരു ഹനുമാൻ കോവിൽ ക്ഷേത്രമുണ്ട്. ഹനുമാൻ കോവിൽ അവിടെ പോയിട്ട് വടമാലാണ് ചാറ്റിക്കാളി. പിന്നെ ഇവൻ ആക്റ്റീവ് ആവോ? സാറായിക്കോളൂ, ഒക്കെ മതി. ബാക്കി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പളേ ഒരു 4:15 ഇങ്ങോട്ട് തരാം. ഇവിടെ പിന്നെ വെറ്റിലൊന്നും വേണ്ടല്ലേ? വെറ്റിലൊന്നും വേണ്ട, ഇങ്ങോട്ട് തന്നാ മതി. എന്താ 5 റുപ്യ? അത് ബാക്കി വെച്ചോ. ആളെ ഇറക്കുക. 5 റുപ്യക്ക് കഴിഞ്ഞപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കല്. 4250 ഉറുപ്പ്യാണ് ഞാൻ പറഞ്ഞത്. 5 റുപ്യ പിച്ചക്കാരെടുക്കലുണ്ടപ്പോ ഉണ്ടോ? നീ കായ് കൈമലില്ലേ ഗൂഗിൾ പേ തളിന്ന് അല്ലെ പേടിഎം വണ്ടിന്റെ അകത്ത്? ഇത് ദക്ഷിണല്ലേ? ദക്ഷിണല്ല. ഇപ്പൊ 7 ദിവസം ഞാൻ ഇവിടുന്ന് ചെയ്യേണ്ടത് നിങ്ങൾക്ക്. കാര്യം ചെയ്യാം, അത് ഗൂഗിൾ പേ ചെയ്യാം. ആ മതി, ആ മതി. ഞാൻ പിന്നെ ഒക്കെ സാറായിട്ട് വരട്ടെ കേട്ടോ. ഒരു ഉണക്കമായിട്ട് വരട്ടെ കേട്ടോ. ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഓടിച്ചാണ് നടക്കുക പെരെ പോയിട്ട്. ഞങ്ങള് ശരി. അതെ, നമ്പർ വേണ്ടേ? ഗൂഗിൾ പേ ചെയ്യണ്ടേ? ആ നമ്പർ നോട്ട് ചെയ്തി. ഞാൻ എന്റെ ഫോണിൽ എങ്ങനെ നിന്റെ ഫോണിൽ നിന്ന് വിളിക്കും? ഇതില് നമ്പർ അതിലെടുത്താൽ മതി. നമ്പർ എടുത്താൽ 9730 9730 3670 366 ശരി ശരി കേട്ടോ. അല്ല, ആ മെസ്സേജ് വന്നിട്ട് പോവാ. മെസ്സേജ് വരും. വന്നാ മതി.
മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പത്തിലേക്ക് ഇത് ബസ് ഇത് ഓടണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ പച്ചാൾ വെച്ചാൽ ഓടൂല. അപ്പൊ എന്താ വേണ്ടേ? ഡീസൽ. ഡീസൽ ഒഴിക്കണം. വണ്ടി ഓടണമെങ്കിൽ ഡീസൽ ഒഴിക്കണം. വേണ്ടേ? 1 ലിറ്റർ ഡീസലിന് എത്ര പൈസ? എനിക്ക് ബസ്സില്ല, ഞാൻ ഡീസൽ അടിക്കാറില്ല. എനിക്ക് ബസ് ഉണ്ട്, ഞാൻ ഈ ബസ്സിലെ പണിക്കാരനാണ്. ഞാൻ ഡീസൽ അടിക്കലുണ്ട്. ഇന്നലെ അവരെ അടിച്ചിനി. ഇന്ന് വില കൂടിയോന്ന് അറിയാൻ വേണ്ടി ദിവസം കൂടുതലല്ലേ കൂടിയാ? അതെനിക്കറിയില്ല. വർത്താനം പറഞ്ഞിട്ട് ഒന്നുമില്ല. നിങ്ങൾ ആരും പേടിക്കണ്ട. നിങ്ങളെ കൂടെ ഞാനുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കട്ടോ. ആ ടിക്കറ്റ് എടുത്തോട്ടാ. പറഞ്ഞല്ലേ മോനെ, ടിക്കറ്റ് എടുക്ക. ടിക്കറ്റ് എടുക്കണ്ട. വെല്ലിച്ചന്റെ മോനാ ഇതാ. ഏത് വെല്ലിച്ചന്റെ? എന്റെ മൂത്ത വെല്ലിച്ചൻ. മോനെ ടിക്കറ്റ് എടുക്ക്. എന്റെ കൂട്ടുകാരനാണ്. ഒരാൾക്കും എടുക്കാൻ പറ്റില്ല. ഇറങ്ങി പോയടാ നീ ഒന്ന്. ടിക്കറ്റ് എടുപ്പിക്കൂല ആരെ കൊണ്ടും. ഇതാരെങ്കിലും ആണോ അതിന്റെ? എന്താണ് കുട്ടികളോട് കുറച്ചുകൂടെ മര്യാദയായിട്ട് പെരുമാറോ? എന്താ ഇയാൾക്ക് എന്താ വേണ്ടേ? നമ്മളെ ബസ്സിന് ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്, സംസാരിക്കുന്നതാണ്, പല ആൾക്കാരും കാണുന്നതാണ്. വെറുതെ വർത്താനം പറഞ്ഞ ഒരു കാര്യമില്ല. ബസ് കുഴപ്പമുണ്ടാക്കേണ്ട ഒരു സ്ഥലമല്ല. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അതെ, ഞാൻ ഒരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. എന്താ പ്രശ്നം? ഞാൻ ഇത്ത പണിക്കാരനാണ്. അതുകൊണ്ട് ഇതിനെ കൊണ്ടാ ജീവിച്ചു പോകുന്നത്. വെറുതെ കുഴപ്പമുണ്ടാക്കിയ കാര്യമില്ല. ഒരു ബസ് പാവാന്ന് ക്ഷീണുണ്ടാവും. വർത്താനില്ലോ. ഇയാൾക്ക് എന്താ? 1 ലിറ്റർ ഡീസൽ വെച്ചാൽ വെറും ബസ് 3.5 കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കൂ. ഇത്ര ആള് കയറി ഏടുന്ന് മുതലാവര്. നിങ്ങളൊരു കാര്യം ചെയ്യും, 1 ലിറ്റർ എന്നുള്ളത് മാറ്റിയിട്ട് ഒരു 10 ലിറ്റർ ഒഴിച്ച് നോക്കും. 35 കിലോമീറ്റർ ഓടാൻ പറ്റും. അത് ശരിയാ. എടാ 10 ലിറ്റർ വെച്ചാൽ 35 കിലോമീറ്റർ ഓടാൻ പറ്റും. ഒരു പണി, വൈകുന്നേരം പോകുമ്പോ ഈ ഷർട്ടൂരി ഇവിടെ വെച്ചിട്ട് പോയിക്കോട്ടാ. അപ്പൊ പണി പോകില്ല. നാളെ വരണ്ട. അതെ, നാളെയുടെ വാഗ്ദാനമായ മക്കളോട് എനിക്ക് പറയാനുള്ളത്, അനീതി കണ്ടാൽ അപ്പൊ പ്രതികരിക്കണം കേട്ടാ. ചേട്ടന്റെ ജോലി എന്താ? ഞാൻ തിരക്കഥാകൃത്ത. സിനിമയല്ല? അല്ല, സീരിയലാ. ഇപ്പൊ ഉരുളി എന്ന് പറഞ്ഞൊരു സീരിയൽ ഇറങ്ങിയില്ലേ, അതിന്റെ തിരക്കഥാകൃത്ത് ഞാനാ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഏത് തെണ്ടിപ്പാട്ടി ചേറ്റ അലവലാദികൾ എന്ത് പറഞ്ഞാലും വിട്ടുകൊടുക്കരുത്. അതിന്റെ മോനേന്ന് പറഞ്ഞ ഒറ്റയടി മൂക്കാമട്ടൊക്കെ ഇടിച്ചു കൊടുക്കണം കേട്ടാ. ഒന്നും പേടിക്കണ്ട. നിർത്തുമോനെ. കേറി മാറി കേട്ടോ. കേറിയാ പറ. എടാ ഒന്ന് മാറിക്കൊറ. ചേർന്ന് ഹലോ സാറേ, ബാക്ക് സീറ്റ് ഉണ്ട് സാറേ, അവിടെ ഇരിക്കും. എന്നാ പിന്നെ വീട്ടിൽ ഇരുന്നാ പോരെ? അതെ, സീനിയർ സിറ്റിസനെ മാറിക്കോളൂ. നിന്നോട് വന്നപ്പോ തൊട്ട് ഞാൻ പറയണേ. അതെ നിങ്ങൾ കുറച്ച് സംശയമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ. അതെ, ഇയാളോട് പറഞ്ഞില്ലല്ലോ മോനെ, നിന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരാളുകളാണ് ഞാൻ. ഒരു ബഹുമാനം കാണിച്ചോ. പഠിക്കുന്ന കുട്ടിയല്ലേ നീ? അതെ, ഈ കുട്ടി ഈ ബാഗൊക്കെ ആയിട്ട് ഇത്രയും ഭാരം ചുമന്നിട്ട് അങ്ങനെ നിക്കണത്. ഞാനൊന്നും മിണ്ടായിരിക്കും. നിന്നോടല്ലേ പറഞ്ഞ മകനാണത്. എന്റെ മകനാണ്. എന്നാ വല്ല വണ്ടിയിൽ വല്ല സൗകര്യത്തിൽ കാറിൽ വിളിച്ചിട്ട് അതെ, ഇയാളൊരു കാർ വിളിച്ച് പറയുന്നത് ഇത് എന്താണ്? കുറച്ചുകൂടെ മര്യാദയ്ക്ക് നിങ്ങൾ പെരുമാറണം. കുട്ടികൾ എങ്ങനെയാണോ വളർത്തുന്നത്? എന്താ? ഒരു അച്ഛന്റെ പ്രായമുള്ള മനുഷ്യൻ വരുമ്പോ ബഹുമാനത്തോടെ നീച്ച് മാറി കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ തലനിർത്ത കുട്ടികളാ. എന്നാരും പറഞ്ഞു തന്റെ വീട്ടിലെ തലതീർച്ചയായിരിക്കും. ബഹുമാനം കാണിക്കാൻ ആദ്യം പഠിക്കണം കുട്ടികൾ. ആ കുട്ടികളെ മര്യാദയ്ക്ക് വളർത്തണം. തന്റെ കുട്ടികളെ വളരുമ്പോൾ അല്ല ബാക്കിയുള്ള കുട്ടികൾ കേട്ടോ. എടുത്താ പൊന്താത്തൊരു ബാഗും വെച്ചിട്ട് വരും. പരിസരം നോക്കാണ്ട് ഒരു തിരിയല. ആ ബാഗ് വന്ന് ചിറിയിലാ കുത്തും. ആ ഒരു കാര്യം ചെയ്താൽ പ്ലെയിൻ വിളിച്ചു പോ, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വിളിച്ചു പോ. അല്ല, ഒരു സൗകര്യം കൊടുക്കണമെന്ന് കരുതിയിട്ട് തല കയറി നിരക്കരുത്. എന്താ? കുട്ടികളല്ല വലിയവരായാലും പറയാനുള്ളത് ഞാൻ പറയും. കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കാൻ പഠിക്കണം. വയസ്സിന് മൂത്തവർ ആള് വരുമ്പോ ആ എഴുന്നേറ്റ് ശരി, കാരണം നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറയണം. വിലക്ക് കിട്ട സ്വഭാവമാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അതെ, നിങ്ങളുടെ വീട്ടിലെ പിള്ളേർ അങ്ങനെയാണ്. ടിക്കറ്റ് ഒന്നും വേണ്ട, ബിസിയാ. നീ എത്രയിലാണ് പഠിക്കണേ? 10ല്. എന്റെ മുടി കോലം നോക്ക്. ഇനിയിപ്പോ എന്താ? അയ്യോ ഒന്നുമില്ലേ, അടക്കക്കൂര പോലെയുള്ളൂ, നാവ് വേണ്ട. ഈ കാരണന്മാരോട് വർത്താനം പറഞ്ഞ കോലമാണോ അത്? എണീക്ക് പുറകിപ്പോയി നിൽക്കാൻ പറഞ്ഞാ നിന്നോട്. പുറകിപ്പോയിടാ. ഞാനൊന്ന് മാറും.
ഞങ്ങള് സർക്കാർ അനുവദിച്ച കാശ് വന്നിട്ടല്ലേ യാത്ര ചെയ്യണേ. എന്താണ് ഞങ്ങൾ സർക്കാർ അനുവദിച്ച കാശ് വന്നിട്ടല്ലേ യാത്ര നീ ചെയ്യണേ. എന്നോട് വകുപ്പും റൂളും പറയണ തൊട്ട് ഞാൻ പറയണേ എന്നോട് പുറകെ പോയി നിൽക്കും പുറകെ പോയി നിൽക്കുന്നു. പോടാ പോടാ തരത്തിൽ പോയി കളിക്കടാ. പിന്നെ എന്തോന്നാ അതെ ആ കണ്ടക്ടർ പറഞ്ഞാൽ എത്തണത് നിങ്ങൾ ഈ 1 ഉറുപ്പ്യം കൊടുത്തിട്ട് കണ്ട സീറ്റിൽ മുഴുവനും കയറി ഇരുന്ന് കഴിഞ്ഞാൽ മാന്യമായിട്ട് ടിക്കറ്റ് കൊടുത്തിട്ട് ബസ് കയറിയ ഒരാൾ ഇരിക്കാൻ സീറ്റില്ലാന്ന് കണ്ടാൽ ബസ് കയറുമോ? അപ്പൊ ഈ ബസ്സിന്റെ ഓണർക്ക് എത്ര നഷ്ടം ഉണ്ടാവും? നിങ്ങൾ ചെറിയ പിള്ളേരല്ലേ, നിങ്ങൾക്ക് കുറച്ചേരം നിന്ന് എന്താ കുഴപ്പം? മാന്യമായിട്ട് ടിക്കറ്റ് എടുത്ത് ആരെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് അങ്ങോട്ടേക്ക് മാറി ഉപദേശം. അവരവിടെ നേരൊക്കെ അവിടെ മാറിക്കോ. നിങ്ങൾ വിഷമിക്കട്ടെ, ഞങ്ങൾ സ്കൂളിൽ അവിടെ കൊണ്ടുവിടും. അവിടെ ഇറക്കിയിട്ടേ വണ്ടി പോകും കേട്ടോ. ഞാൻ ഉണ്ട്. അച്ഛാ ഇത് പുതിയ ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. ഇത് മാർക്കറ്റ് ചെയ്യണ കമ്പനിയിലാണ് എനിക്ക് ജോലി. അപ്പൊ ഞാനും ഇത്തിരി മോഡേണും ഫാഷനും ഒക്കെ ആകേണ്ടി വരും. എന്നാലും ഇത് ഇത്തിരി കൂടുതലായിട്ടാ കുട്ടിയെ. ഇത് അപ്പൂപ്പം കാണാനായിട്ടാണ്. ഇതിലും വലിയ ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത്. എന്റെ 2 സുഹൃത്തുക്കൾ വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ വഴി പറഞ്ഞു കൊടുത്താണ് ഞാൻ. വണ്ടിയ എന്താ സർക്കസ് കൂടാരത്തിന് ഇറങ്ങി വന്ന മപ്പും അത് ആ പല്ല് പോയ ചങ്ങായിയുടെ കോലം നോക്ക്. അതെ തറവാടികളാണ് അമ്മച്ചി. മനു ഹായ് അമ്മ അച്ഛാ അപ്പൂപ്പ. അതെ കോവർക്കതാണ് കൂടെ ജോലി ചെയ്യുന്ന ഡിസൈനറാണ്. ഇത് ഞാൻ ഡിസൈൻ ചെയ്താണ്. നല്ലതടാ, സൂപ്പറായിട്ട് നിനക്ക് കൊള്ളാത്ത നന്നായിട്ട്. ആദ്യം നമ്മത് അവിടെ പോയിട്ട് കൊടുക്കണം. കഴിക്കാതെയാണ് പോയത്. ജോൺസൺ മാസ് പക്ഷേ നമ്മളെ കാണുന്നില്ല ഇങ്ങനെ. ഇതൊക്കെ കളയടാ. അയ്യോ അച്ഛൻ ചീത്ത പറയും. നീ അച്ഛന്റെ ചീത്ത എങ്ങോട്ട് നിന്റെ ഫ്രണ്ടാണ്. ഇങ്ങനെ പോകാതെ ഇപ്പൊ ഞാൻ അടുപ്പിക്കാറില്ല. ഇങ്ങനെയൊക്കെ ആവണം, ഇങ്ങനെയൊക്കെ ആയി ചില്ല് ചെയ്യണം. ആഗ്രഹമുണ്ടോ? അച്ഛൻ ചീത്ത സുമേഷ് ഭായി, രാഘു ഭായി ഒക്കെ ഉണ്ടാകത്ത്. നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ കോവർക്കേഴ്സ്. അതെ എനിക്ക് ഞാന് റേഷൻ കടി പോയിട്ട് വരുന്ന പഞ്ചാരി ഇല്ല പച്ചരി ഇല്ല. അതല്ലെങ്കിൽ എന്താ മഴയെന്തോ ഇന്നിപ്പോ നമ്മുടെ ലൈഫ് ജീവിതം ഒരു പ്രാവശ്യമേ ഉള്ളൂ. അത് അടിച്ച് പൊതിക്കണം. അത് വേണമെന്നുണ്ട്. ഇങ്ങനെ അതിന്റെ കാര്യമില്ല. ഇതെല്ലാം മാറ്റം, കുപ്പായെല്ലാം മാറ്റണം. നല്ല അടിപൊളി സെറ്റപ്പ് ഞാൻ ആക്കി തരാം. മന്നു ഇപ്പൊ നമുക്ക് മാറ്റിയെടുക്കണം. അടുത്ത ഫ്രണ്ട് അല്ലേ, ഒരു 5 രൂപയ്ക്ക് സെറ്റാക്കും. 5 രൂപക്ക് സെറ്റ്. 5 രൂപയ്ക്ക് നമുക്ക് തേങ്ങ പൊരിക്കാനുണ്ട്. തേങ്ങ മാങ്ങിയ പൊതിച്ചോ. ആയിക്കോ, നീ 5 രൂപ മൺമൂനെ ഏൽപ്പിക്കും. നിന്നെ നമ്മളെ ആയിക്കോട്ടെ വേണം വാരി വേണം വന്നോട്ടാ. ആയിക്കോട്ടെ അളവ് നോക്കട്ടെ. അത് അളവ് അരിസഞ്ചി പോവാൻ പറ. അരിയൊക്കെ അച്ഛൻ പോയി മേടിക്കട്ടെ ഉണ്ണി. നമുക്ക്
ചെയ്തോളാ ആ അങ്ങോട്ട് വാ പോണ്ടേ. അതാ വരുന്നു 5 മണിക്കാണ് മീറ്റിംഗ് ആടെ. കഴിഞ്ഞു എന്താ ഇപ്പൊ കൃഷിപ്പണിയാ? കൃഷി നോക്കുക. പറയണ്ട ഇവനെ എന്താ ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ട് ഒരു കാര്യം ഇപ്പൊ ഇതിന്റെ പണിയൊക്കെ ഇപ്പൊ എനിക്കും അവൾക്കും കൂടിയാണല്ലോ. ഇപ്പൊ ഈ പറമ്പ് നോക്കലും വീട്ടിലെ പണി ഒരു കാര്യത്തിന് ആ ചെക്കനെ കിട്ടില്ല. അപ്പൊ എനിക്ക് പറഞ്ഞൂടോ അവനോട്. എന്തെന്ന് പറയാ എത്രന്ന് വെച്ചിട്ടാ പറയാ മൊയ്തു. അല്ലെങ്കിൽ ഇപ്പത്തെ കുട്ടികളൊന്നും ഒരു കാര്യത്തിനും കിട്ടൂലപ്പാ. നാണല്ലാത്ത ഒരു ജന്തു. അല്ല അവന്റെ വേഷവിധാനം ഇപ്പോ ഭയങ്കര മോശമാണ്. അതിനെ കുറിച്ച് ഒന്നും പറയാതിരിക്കല്ലേ. അത് പറയുമ്പോ ഉണ്ടല്ലോ അതൊക്കെ എന്റെ കയ്യും കാലും കൊണ്ട് അരച്ചിട്ട് കയറും. അല്ല നമ്മളെ കാലത്തൊന്നും ഇങ്ങനെ ഒരു ദുശീലമൊന്നും നമ്മളില്ലായിരുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മള് കൊത്തങ്കല്ല് കളിക്കുക, ഒളിച്ചോടി കളിക്കുക, ചുള്ളിയും ബാറ്റും കളിക്കുക, ഇതൊക്കെ അല്ലേ നമ്മുടെ കളി. അങ്ങോട്ട് നടക്കാറുണ്ട്. അതൊക്കെയാണ് കൂട്ടത്തിലുള്ള ആൾക്കാർ. ശീതള ഇതെന്താ അത് കോല ഒന്ന് നോക്ക്. മക്കളൊന്നില്ലെങ്കിൽ ഇല്ലാന്നല്ലോ കേട്ടോ. ഇതിപ്പോ ഈ ജാതിയുള്ള പരുവത്തിലൊക്കെ ഉള്ള കുറെ സാധനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തീർന്ന്. നിന്റെ ചക്കല്ല കുരുത്തം കെട്ട പ്യാരി അവന്റെ കടയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഈ കോലം കെട്ടി നടക്കണത്. അവനാണ് ഇവനെയും കൂടി ഈ പരുവത്തിലാക്കണത്. ഞാൻ തേങ്ങ വിറ്റ് കൊണ്ടുപോയിട്ടുള്ള ഒരു 10,000 ഉറുപ്പ്യ ഉണ്ടായിരുന്നു. അത് അലമാരെ കൊണ്ടുവച്ചതാണ്. ഞാൻ കാണാതെ ആ പൈസ എടുത്ത് കൊണ്ടുപോയി അടിച്ചതിന്റെ തലയാ പൊട്ടിക്കും. എന്ത് കോലാണ്ടത് ഇത്? എന്താ ഞാൻ എനിക്കെന്താ ഈ ടൗസർ ഊരിട്ട് തലയിലിട്ടൂടാ എനിക്ക്? അത് നല്ല എടാ കുട്ടികള് എന്താ നിങ്ങളൊക്കെ ധാരണ? എന്താ നിങ്ങളുടെ കോലം? എന്ത് കോലം? എന്തെന്ത് കോലത്തിനായിനി? എന്റെ ശീതളം ബ്രോ അല്ല ശീതളം മാമ, എന്റെ മൊയ്തുക്ക, എന്റെ അച്ഛ, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടാ. നിങ്ങളെ കാലഘട്ടമല്ല ഇത്, പുതിയ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഇതാണ് ട്രെൻഡ്. ഇതേ ഞാൻ ചെയ്തിട്ടു. ഇതാണ് എന്റെ ട്രെൻഡ്. ഇവിടെ പോയിട്ട് ഈ തലോട്ടിക്ക് ഇത്രയും സംഘടിപ്പിച്ച ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടാ. ഇനി എന്ന് കുറവില്ലേ? നിങ്ങളുടെ ചത്താൽ ഇതല്ലേ? അല്ലേ ഇതല്ലേ ഞാൻ ഇട്ടിനി? സത്യമായിട്ട് നിങ്ങൾക്കൊന്ന് കൊടുത്തൂടെ? എന്താ ചെയ്യാൻ ഞാൻ എത്രയായി പറയണ മൊയ്തോ? ഈ കോലത്തിൽ നടന്ന ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് എന്തെങ്കിലും പണി തരുമോ? പെണ്ണ് കാണാൻ പോകാൻ പറ്റുമോ? അതെ, നാളികേരം വിറ്റ പൈസ എടുത്തിട്ടാണ് ഈ തേങ്ങയിലെ പരിപാടി ചെയ്തിരുന്നത്. അച്ഛ ഒരു ഉറുക്കും കൂടി മേണിക്കണം. അതിന് കുറച്ച് തേങ്ങ വിറ്റ് എനിക്ക് തേങ്ങ പൈസ ഒന്നും കാര്യമില്ല. തല്ലിയിട്ടൊന്നും ഏച്ചില്ല. അത് അവന്റെ തലമുടി നോക്കിയതാണ്ടാ. അവൻ ആകാശത്ത് മഴവിലുണ്ടാക്കണവനാന്ന് വിചാരിക്കും. ആരോട് പറയുന്നു മൊയ്തുക്ക? ആ പോട്ടെ, നിങ്ങൾക്ക് അത്ര വിവരം വിദ്യാഭ്യാസം ഇല്ല. ഞാൻ വിവരം വിദ്യാഭ്യാസം എന്റെ അമ്മ അവരോട് പറയായിരുന്നു. ഇതൊന്നും പറഞ്ഞ് ശരിയാക്ക്. അച്ഛൻ വീട്ടിൽ സ്വയം തരുന്നില്ല. ഞാൻ ഇടയ്ക്ക് നാട് വിട്ടു പോകും. നാട് വിട്ടു പോകാനോടാ നല്ലത്. അതെന്നെ നല്ലത്. എടാ കുട്ടിയെ ചുരുങ്ങിയ പക്ഷം അവനവന്റെ ദേഹത്തേക്ക് ഇടാനുള്ള സാധനങ്ങളോ ആ തലയിൽ പെയിന്റ് അടിക്കാനുള്ള കാശെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കണ്ടാ. അല്ലാണ്ട് അച്ഛൻ നാളികേരം വിറ്റ കാശ് എടുത്തിട്ടാ തല കഴിക്കാ. എന്റെ ശീതളം അമ്മാമ ഒറ്റ കാര്യം മനസ്സിലാക്കണം. ഇനി മുമ്പ് തന്നെ മീൻ വെക്കുന്ന മാതേട്ടി, തേങ്ങ ഒരിക്കുന്ന അമ്പോട്ടൻ, ബാർബറിലെ ലക്ഷ്മണേട്ടൻ ഇവരെല്ലാം മൈൻഡ് ചെയ്യില്ലു. ഉണ്ണീന്ന് വിളിച്ചാലായി. ഇപ്പോ ഒന്ന് വൈരം നടന്നോക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക അച്ഛാ. എനിക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം മുമ്പ് 10-15 ആളാണ് എന്നെ ഫോളോ ചെയ്യല്. ഇപ്പൊ എനിക്ക് 1000, 2000, 3000, 15,000 എത്ര പെണ്ണുങ്ങളാ. ശീതള മക്കളില്ലായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉരുളി കമഴ്ത്തിയിട്ട് കിട്ടിയ മുതലാ അത്. ഇപ്പൊ കിണ്ടിയോണ്ട് അടിച്ചു കൊല്ലാനാ തോന്നുന്നു എനിക്ക്. കേട്ടാ, സ്വന്തം അച്ഛനാ പറയുന്നു. അച്ഛൻ അത്രേ പറഞ്ഞുള്ളൂ. ഞാനാണ് ചെയ്ത് കാണിച്ചു തരേനി. ചെയ്യോ? ലോകം മുഴുവൻ പറമ്പ് മേടിച്ചിട്ട് നാട്ടുകാരെ കൊല്ലാൻ വേണ്ടിയിട്ട്. അതെ മന്മേട്ടാ, എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ. അത് തന്നെ ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? ഒരു മനുഷ്യപ്പറ്റെന്ന് പറയുന്ന സാധനം ഇല്ലാത്ത ഒരുത്തനാ. ആര്? ആ സത്യശീലം എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്നതാണ്. ഞാൻ മന്മഥനെയാ പറഞ്ഞത്. മന്മഥൻ എന്ന് പറയുന്ന മനുഷ്യന് ഇപ്പൊ എന്താ പറ്റിയേ? ഞാനേ ഗൗരവമായിട്ടൊരു കാര്യം പറയാൻ വന്നാണ്. നിങ്ങളുടെ ആ ഒലക്കമുക്കിലെ സ്ഥലമില്ല, തറവാട് വീട് പഴയത്. അത് നല്ല വില കിട്ടണേലേ ഞാൻ കൊടുക്കുള്ളൂ. ഇനി അതിനിവിടെ കയറി ഇറങ്ങണ്ട. ഒരുപാട് പേര് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ പൊന്ന് ചേട്ടോ, വെറുതെ വന്നാ പോലും ആ സ്ഥലം ഞങ്ങൾക്ക് ആർക്കും വേണ്ട. ആ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് അവിടെ മുഴുവൻ കാടും പടലും പിടിച്ചിട്ട് ഇഴജന്തുക്കളാണ്. അതെ, അത് പൊളിച്ചു പണിയാത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ പ്രസവിച്ച വീടാ അത്. അതങ്ങനെ പൊളിക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും പിതൃക്കളും ആത്മാക്കളും എല്ലാവരും അവിടെ വസിക്കുന്ന സ്ഥലമാണ്. ഇയാളെന്ത് മെനകെട്ട വർത്താനം പറയണ? നിങ്ങളുടെ അച്ഛൻ ജനിച്ചാണെന്ന് പറഞ്ഞാൽ അയൽവക്കക്കാർക്ക് താമസിക്കണ്ടേ? അയൽവക്കക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായി? എന്റെ ചേട്ട അവിടെ പാമ്പും പഴുതാരും ഇഴജന്തുക്കളുമാണ്. എന്റെ അച്ഛനെ പാമ്പ് കടിച്ചിട്ട് അവിടുന്ന്. ഈ പാമ്പും ഇഴജന്തുക്കൾ എന്ന് പറയണത് എൻ്റെ അച്ഛനും
എൻ്റെ വലിയച്ഛൻ, എൻ്റെ കൊച്ചച്ഛൻ, അവരൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരുടെ ആത്മാക്കളാണ് ആ പറഞ്ഞത്. ഒരു പണി ആ ആത്മാക്കളെയൊക്കെ എടുത്ത് ആ മുണ്ടിന്റെ ഇടയിലോട്ട് വെക്ക്. നീ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കും. നിന്റെ അച്ഛന് വകതരില്ലാത്തതിന് നിന്റെ അച്ഛൻ എന്തിനാ എൻ്റെ പറമ്പിൽ കയറിയത്? നിന്റെ അച്ഛൻ എന്തിനാ എൻ്റെ പറമ്പിൽ കയറി? എന്ത് കക്കാൻ കയറി അത് പറ. ഞാൻ കേസ് കൊടുക്കാം നിന്റെ അച്ഛനെതിരെ. തന്റെ പറമ്പിൽ ആര് കയറി? അച്ഛൻ അതിലെ വഴി പോകായിരുന്നു. അപ്പൊ അച്ഛനെ പാമ്പ് കടിച്ചത്. അപ്പോൾ അച്ഛൻ വഴിയെ പോയെങ്കിൽ അച്ഛൻ വല്ലയിടത്ത് വായി നോക്കിക്കൊണ്ട് നടന്നിട്ടുണ്ടാവും. എടാ അതിലെ എന്തോരം സ്കൂൾ പിള്ളേർ ദിവസവും പോകണ്ട, അവർക്കൊന്നും സംഭവിക്കണില്ലല്ലോ. മന്മതയുടെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ ഞാൻ വല്ല തെറിയും പറയോട്ടാ. പിന്നെ എന്റെ വായിൽ നാക്കില്ലേ തെറി പറയാൻ? നിങ്ങളതൊന്നാ വൃത്തിയാക്കിയിടുന്ന്. മറ്റാളുകൾക്ക് താമസിക്കണ്ടേ അവിടെ? വഴി നടക്കണ്ടേ അവിടെ? നീ ഇപ്പൊ സംസാരിക്കണത് എന്റെ വസ്തുവിനെ പറ്റി. എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ വൃത്തിയാക്കും. അത് ചോദിച്ചാൽ നീ ആരാ? എവിടെ ഇപ്പൊ എന്റെ അച്ഛനെ പാമ്പ് കടിച്ച് തന്റെ ബന്ധപ്പെട്ട ആരെങ്കിലും കടിച്ചെങ്കിൽ താൻ ഇങ്ങനെ പറയുമോ? എന്റെ ആരെങ്കിലും കടിക്കാൻ വരട്ടെ. അപ്പൊ നമ്മ കാലൊക്കെ നിന്റെ അച്ഛൻ ആരെയും മര്യാദയ്ക്ക് വീട്ടിൽ ഇരിക്കാൻ പറയും. വയസ്സായി വീട്ടിൽ ഇരിക്കണം. മന്മതയുടെ ഗൗരവമുള്ള ഒരു കാര്യം പറയുമ്പോ ഊളത്തരം പറയാൻ ഞാൻ വയസ്സും പ്രായവും നോക്കൂലട്ടാ. എടാ എനിക്കധികം വയസ്സൊന്നും ആയിട്ടില്ല, നീ പറയും. എടോ തനിക്കത് വൃത്തിയാക്കിയിടാൻ പറ്റുമോ? സൗകര്യമില്ലടാ, എനിക്കത് വൃത്തിയാക്കാൻ സൗകര്യമില്ല. എനിക്ക് സൗകര്യം ഉള്ളപ്പോ ഞാൻ ചെയ്യും, ചിലപ്പോ ചെയ്തില്ലാന്നും വരും. ചെയ്യിക്കാൻ പറ്റുമോ? നോക്ക്, എന്റെ പറമ്പിൽ കൂടെ കയറി ഇറങ്ങിയിട്ട് ഇപ്പൊ അവനെ അച്ഛനെ പാമ്പ് പിടിച്ചെന്ന് ഞാൻ. എടോ തന്റെ പറമ്പെന്നും പറഞ്ഞ അവനവൻ നോക്കാതെ താനിവിടെ സുരക്ഷിതമായിട്ടല്ലേ ഇരിക്കണം. ഞങ്ങളുടെ ജീവനും സ്വത്തിനൊന്നും വിലയില്ലേ? എനിക്ക് ഒരുപാട് പറമ്പ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഈ എല്ലാ പറമ്പുകളും ഓടിയിടം നോക്കാനൊന്നും എനിക്ക് പറ്റൂല കേട്ടാ. നീ ഒരു കാര്യം, നിന്റെ അച്ഛന് വീട്ടിലങ്ങ് ഇരുത്തുക. അപ്പൊ പാമ്പും മറ്റേ പട്ടിയും പൂച്ചയും ഉറുമ്പും ഒന്നും കടിക്കൂല. അല്ലെങ്കിൽ വല്ല ചില്ലും കൂട്ടിനകത്ത് ഇരുത്തും. അതാകുമ്പോ ഏറ്റവും സുരക്ഷിതം. തനിക്കൊക്കെ ഇടിവെട്ടുകൊള്ളുള്ളൂ തനിക്കൊക്കെ. പിന്നെ ആകാശത്ത് ഇടിവെട്ടി എവരെയും ചത്ത ആകാശം പൊളിച്ചു മാറ്റുവോ? ഇല്ലല്ലോ. എന്തൊരു ഭൂതറാണ് ഇയാള്. തന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കാൻ പറ്റുമോ? നോക്കാം. നിന്റെ അച്ഛൻ രാഘവനെ ഇങ്ങോട്ട് പറഞ്ഞു വിടും. നീ പോ, എനിക്ക് തരമല്ല. ഇവിടെ വീട്ടിന് മുമ്പ് ഒരുപാട് വന്നേക്കണ എന്നെ മര്യാദ പഠിപ്പിക്കാൻ കാണിച്ചു തരാ. അവിടെ ഞാൻ കുറച്ച് കൂടുതൽ പാമ്പിനെ ഇറക്കി ഇടാൻ പോവാ. നിന്നെയും നിന്റെ അച്ഛനെ, നിന്റെ കുടുംബക്കാരെ, നിന്റെ കൊച്ചച്ഛനെ, കുഞ്ഞമ്മ എല്ലാവരെയും പാമ്പിനെ കൊണ്ട് കടുപ്പിക്കൂടാ ഞാൻ. എന്നോട് കളിക്കാൻ വന്നേക്കുന്ന അവൻ. ഓ അവൻ കോഴിയെ വറുത്തു തുടങ്ങി മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട്. നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും കേട്ടോ, എല്ലാവർക്കും നമസ്കാരം. അതെ, ഞാനൊന്ന് കാണാൻ നോക്കായിരുന്നു. എല്ലാ മെമ്പർമാരുടെയും ഒരു മീറ്റിംഗ് വിളിക്കണം. അതായത് നമ്മുടെ പഞ്ചായത്തിലേക്ക് ISO വരാനുള്ള ഒരു വഴി ഉണ്ടാക്കണം. അതാണ് ഇപ്പൊ വലിയ കാര്യമോ. പഞ്ചായത്തിലെ പാണ്ടികാരി വരെ വരുന്നേ. നമ്മളാ അമ്പലത്തിനടുത്തുള്ള വളവ് നിങ്ങൾ നിരത്തി കഴിഞ്ഞാൽ ഏത് വണ്ടിയും വരും. അതെ, ഇതല്ല ISO നമ്മളെ പഞ്ചായത്തിന് കിട്ടാൻ പോവുക. കിട്ടാൻ. എന്നാ പിന്നെ നിന്റെ വാട്ടിൽ ഒരു 2 ആയിക്കോട്ടെ. അതെ, ഒരു 2 കൊടുത്തേക്ക്. എന്റെ മെമ്പറെ, ISO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദവിയാണ്. അപ്പൊ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജനപ്രതിനിധികൾ എല്ലാരും കൂടെ ഒന്ന് സഹകരിക്കണം. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, ഈ പദവി കിട്ടാൻ വേണ്ടിട്ടല്ലേ? അതെല്ലാം മെമ്പർമാരുടെ കാര്യം ഞാൻ ഏറ്റില്ലേ. അപ്പൊ ഞാൻ വന്ന കാര്യം പറഞ്ഞില്ല. നമ്മുടെ വാർഡില് ഒരു പെണ്ണുങ്ങൾ മണ്ണെണ്ണ കൊത്തി ആത്മഹത്യക്ക് ശ്രമിക്കും. എവിടെ നിന്ന് ഇവർക്ക് ഇതിന് മാത്രം മണ്ണെണ്ണ കിട്ടണെന്നാ ഞാൻ ആലോചിക്കാം. നമ്മളന്വേഷിച്ചിരുന്ന 1 ലിറ്റർ കൂടി കിട്ടൂല. മയ്യത്താവണമെന്ന് ആഗ്രഹം വന്നെങ്കിൽ എവിടുന്ന് കിട്ടുന്നു? ബ്ലാക്കിന് മേടിക്കണ്ടാവും. അപ്പൊ മയ്യത്താവണം എനിക്ക് അവളെ പെരയിലൊന്ന് പോകണം, അല്ലെങ്കിൽ ആശുപത്രിപ്പെട്ട അവളൊന്ന് കാണണം. പിന്നെ 2 നിക്കാക്കുണ്ട്, 2 കുടിയിരിക്കലുണ്ട്. അല്ല, നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകണൊക്കെ എന്തിനാ ഈ പഞ്ചായത്ത് ഓഫീസിലൊന്ന് പറഞ്ഞത്? അത് ബിസിയാണല്ലോ. തിരക്കിനിടയിൽ ഞാൻ മുപ്പരം കൊണ്ട് വന്നത്. സുമേഷേട്ടാ, സുമേഷേട്ടാ, നിങ്ങളെ ആവശ്യം എന്താ വെച്ചാൽ സെക്രട്ടറിയോട് പറഞ്ഞോളി. എനിക്ക് നമ്പർ വേണം. നമ്പരോ? കൊടുത്തേക്കുന്നു. ശല്യൊന്നും ഉണ്ടാവില്ലോ. എവിടെ പ്രായമുള്ളവല്ലേ? 9495. മൊബൈൽ നമ്പർ അല്ല, പിന്നെ പെരേന്റെ നമ്പർ. നമ്മുടെ ഈ വീട്ടു നമ്പറൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമ്പർ കിട്ടിയിട്ട് വേണം എനിക്ക് റേഷൻ മേടിക്കാൻ. ഒക്കെ ശരിയാക്കി തരാം. ഇപ്പൊ നമ്മള് വേറൊരു മീറ്റിംഗ് ആണ്, ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് പുറത്തു വന്നോളി. അതെന്റെ നമ്പർ തരൂ. വേണ്ട കേട്ടാ. സംശയമാണ്. നമ്പർ പറഞ്ഞല്ലേ പുറത്ത് നിൽക്കുന്നത്. പിന്നെ സെക്രട്ടറി, ആ കനാൽ റോഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണം. ജനങ്ങൾ മിക്കപ്പുറത്ത് തരുന്നില്ല എനിക്ക്. എന്റെ പൊന്നും മൊയ്തോ, ഞാനൊരു കാര്യം അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതൊന്ന് തീർത്തോട്ടെ ഞാൻ. അപ്പൊ നമ്മള് വേണ്ട. അതാ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോ ആ ഹോസ്പിറ്റലിലൊക്കെ വെച്ചല്ലേ, ചിലപ്പോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ലല്ലോ. അതോ ആ പെണ്ണുങ്ങളെ എന്നാ പിന്നെ ഞാൻ പോയിട്ട് കേട്ടോ. നോക്കി എന്റെ സാറ് ഇതൊക്കെ ഇരിക്കണോടത്ത് എവിടെന്ന് ISO കിട്ടാനാണ്. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാനത് വായിക്കട്ടെ. അപ്പൊ അതില് നിർദ്ദേശം 1
ഓഫീസ് മുറി ഇപ്പൊ ഭയങ്കര അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് അതാത് സ്ഥാനങ്ങളെല്ലാം കൊണ്ടുവച്ച് നല്ല നീറ്റായിരിക്കണം. ആ ഇനി നിർദ്ദേശം 2, ഒരു തുണ്ട് കടലാസ് നമ്മുടെ ഓഫീസിനകത്ത് കാണാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഈ ഫയലുകളൊക്കെ കെട്ടിപ്പെറുക്കി കൊണ്ടുപോയി എവിടെയെങ്കിലും കത്തിക്കണം. അല്ല, നമ്മുടെ ആവശ്യമില്ലാത്ത ഫയലുകളൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയാലോ. അതെ, ആവശ്യമില്ലാത്ത കടലാസുകൾ കൊണ്ടുപോയിട്ട് നമ്മൾ കത്തിക്കണം. അത് വേണം. ആ നിർദ്ദേശം 3, ടോയ്ലറ്റ് വളരെ വൃത്തിയായിരിക്കണം. ഇത് നമ്മുടെ ടോയ്ലറ്റ് അല്ലെങ്കിൽ നല്ല വൃത്തിയല്ലേ? അല്ല, നമ്മളുടെ അല്ല, ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആളുകൾ വരുമ്പോൾ അവർക്ക് ഉപയോഗിക്കാനുള്ള ടോയ്ലറ്റ് വൃത്തിയായിരിക്കണം. അത് വൃത്തിയാക്കേണ്ട ചുമതല നമ്മൾ ജീവനക്കാർക്കാണ് എന്നർത്ഥം. ആര്? നമ്മൾ ഉദ്യോഗസ്ഥന്മാര് വൃത്തിയാക്കണമെന്നോ? ഓ സാറെ, നടക്കണ വല്ല കാര്യം പറയും. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യിച്ചാലേ സംഘടന ഇടപെടും, ആകെ പ്രശ്നമാവും. അതെ, സൂദൻ സാർ ഇതിപ്പോ സെക്രട്ടറി അത് വായിച്ചെന്നുള്ളോ. അല്ല, അതിപ്പോ നമ്മൾ ഈ ടോയ്ലറ്റ് വൃത്തിയാക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇൻക്രിമെന്റ് കട്ടായി പോകുന്നില്ല. മാത്രമല്ല, ഇത് പിയോനും ഉണ്ണീനോട് പറഞ്ഞു നോക്കിയ വിവരം അറിയും. ചെയ്യൂല. അല്ല, ഇതിപ്പോ ഉണ്ണിയോട് മാത്രം പറഞ്ഞിട്ട് ഉണ്ണിയെ കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല, നമ്മളെല്ലാരും കൂടെ കൂടിയിട്ട് ചെയ്യണമെന്നായി പറയുന്നത്. അപ്പൊ അത് നടക്കില്ല. അടുത്ത് വായിച്ചോളൂ. കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഏതെങ്കിലും അമ്മമാര് വരികയാണെങ്കിൽ അവർക്ക് മുലയൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഓഫീസിനകത്ത് ഒരു മുറി പ്രത്യേകമായിട്ട് സജ്ജീകരിക്കണം. ഇവിടുത്തെ ആവശ്യത്തിന് തന്നെ ഇവിടെ ഒരു മുറിയില്ല. ഇനി അതിനാണ് പ്രത്യേകിച്ച് ഒരു റൂം. ഇനി സാറിന് നിർബന്ധമാണെങ്കിൽ ഒരു പണിയായി, സാറിന് ഇരിക്കുന്ന ക്യാബിനില്ലേ, അതിലൊരു കർട്ടൻ വട്ടം വലിച്ചു കെട്ടിയിട്ട് അവർ അപ്പുറത്തിരുന്ന് കൊടുത്തോട്ടെ. അതൊന്നും ശരിയാവില്ല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ഇവിടെ വേണട്ടെ സാറേ. അതെന്തായാലും ചെയ്യാം. അവിടെ ആകുമ്പോ സാർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അല്ല അവർക്ക് ശല്യാവില്ലല്ലോ അപ്പോ. പിന്നെ ISO കിട്ടുന്നതിന് നിർബന്ധമായിട്ടും വേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിലത്തെ 1 പൗര സർവേ ആണ്. അത് പറ്റില്ല. വീട് വീടാന്തരം പോയി സർവേ ചെയ്യാൻ പറ്റില്ല സാറേ, അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്റെ പൊന്നു സൂദൻ സാറേ, നിങ്ങൾ വീട് വീടാന്തരം കയറി നടക്കണ്ട. പിന്നെ ഒരു ഫോം തന്നിട്ടുണ്ട്. ആ ഫോമിനകത്ത് ഇപ്പൊ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാള് വരുമ്പോ ആ ആളുടെ പേരും അഡ്രസ്സും അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെക്കുക. പിന്നെ അയാൾ എന്തിനു വന്നു, എപ്പോൾ വന്നു, എന്ത് ആവശ്യത്തിന് വേണ്ടി വന്നു, അത് എപ്പോൾ സാധിച്ചു കിട്ടി എന്നെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തണം. ഒപ്പം വന്ന ആളെ കൊണ്ട് അടിയിൽ സൈൻ ചെയ്യിപ്പിക്കണം. ISO കിട്ടില്ല എന്നുള്ള ഉറപ്പായി. അതെന്താ? അല്ല, ഇപ്പൊ നമ്മള് വളരെ സത്യസന്ധമായിട്ട് എഴുതി വെച്ചിട്ട് അത് വായിച്ചിട്ട് വേണല്ലോ സാർ അതിന്റെ ചുവട്ടിലെ ആളുകൾ ഒപ്പിടാൻ. ഓ, അതെന്തായാലും ആളുകൾ ചെയ്യില്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ വേറെ വഴിയുണ്ട്. ഈ വരുന്ന ആളുകളെ കൊണ്ട് നിങ്ങൾ ആദ്യം ഈ ഫോമിന്റെ അടിയിലങ്ങ് ഒപ്പിടിപ്പിക്കുക, ബ്ലാങ്ക് ഫോമില്. എന്നിട്ട് മുകളിൽ നമുക്ക് എഴുതി ചേർക്കാം, സാർ ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടി വന്നു, ഒരു കാലതാമസവും കൂടാതെ എനിക്ക് കാര്യം സാധിച്ചു കിട്ടി, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം സത്യസന്ധരും ഉത്സാഹികളുമായിട്ടുള്ള ആളുകളാണ് എന്നൊക്കെ നമ്മളങ്ങ് എഴുതി ചേർത്താൽ മതിയല്ലോ. സാധാരണ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ പോലെ തന്നെ അതുപോലെ. അപ്പൊ നമുക്ക് നാളെ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെന്താ, നമ്മുടെ പഞ്ചായത്തിന് ഒരു ISO കിട്ടുന്ന കാര്യമല്ല സാർ. ISO നോക്കിയെടുത്തിട്ട് ബാക്കി കാര്യമുള്ളൂ. നമസ്കാരം. മഴവിൽ മനോരമ പ്രക്ഷേപണം ചെയ്യുന്ന മറിമായം എന്ന പരിപാടി, ജനകീയ പരിപാടി, ഒരു 10-14 വർഷത്തിലധികമായിട്ട് ഉണ്ട്. നമ്മളൊരു 10 കൊല്ലമായിട്ടായിട്ടു. പക്ഷെ അത് പരിപാടി നമ്മളെല്ലാം അതിൽ വന്നതുകൊണ്ടാണ് നമുക്ക് പല സിനിമകളിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അല്ല, ഇപ്പോൾ ഞാൻ ചെയ്ത അവീതം എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ ഹിറ്റായി ഓടിക്കിടക്കുന്നത് ഈ മറിമ എന്ന സ്പോട്ടിൽ വന്നുകൊണ്ട് മാത്രം. ആ സിംഗ് സൗണ്ടിൽ പറയുന്നത് പലരും പറയുന്നുണ്ട്, ഇവിടെ ഭയങ്കര രസമായിട്ടുണ്ട്, സന്തോഷം. ഇത് മറിമ എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കും, ഇത് നമുക്ക് യൂട്യൂബിൽ കിട്ടണമെന്നില്ല, എളുപ്പത്തിൽ വേറെ പരിപാടി ഉണ്ടല്ലോ, മനോരമ മാക്സ്, ഒരു 10 പൈസ കൊടുക്കണ്ട, ഒന്നും വേണ്ട, വെറുതെ ഒന്ന് ഞെക്കി കൊടുത്താൽ ഇഷ്ടംപോലെ പുതിയ ഇതൊന്നും. ഇതിനിടയ്ക്ക് പറഞ്ഞു പ്രക്ഷേപണം ചെയ്യുന്നതിന് മുമ്പേ നമ്മളെ മനോരമ മാക്സിൽ കണ്ടിന്യൂ ആരോ വിളിക്കുന്നത്, അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. എന്തായാലും അടിപൊളി, അത് കാണുന്നുണ്ടല്ലോ, കണ്ടാൽ മതി. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി. നിങ്ങളെ കാണാൻ TV വരുമ്പോൾ നമ്മൾ പരിപാടി കണ്ടുവന്നു. അതാണ് മനോരമ മാക്സ്. ഒരു പരിപാടിയിൽ പൈസ കൊടുക്കണ്ട, ഒന്നും വേണ്ട. മനോരമ മാക്സ് അത് ഡൗൺലോഡ് ചെയ്യുക, അത് ഓണാക്കുക, കാണാം. ഹാപ്പിയാണ്, സന്തോഷം.